യോശുവയുടെ പുസ്തകം 6-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, ഈ പട്ടണവും അതിലുള്ളതൊക്കെയും യഹോവയ്ക്ക് ശാപതാർപ്പിതമായിരിക്കുന്നു. എങ്കിലും രാഹാബ് എന്ന വേശ്യ നാം അയച്ച ദൂതന്മാരെ ഒളിപ്പിച്ചതിനാൽ അവളും അവളോടുകൂടെ വീട്ടിലുള്ള എല്ലാവരും ജീവനോടിരിക്കട്ടെ. പ്രൈസ് ഗോഡ്. ഈ വാക്യത്തിനകത്ത് 2 കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ഒന്ന് മരണം, 2 ജീവൻ. സ്തോത്രം. രാഹബ് എന്ന് പറയുന്ന വേശ്യ, അവള് മരിച്ചില്ല. ആ പട്ടണം തകർന്നപ്പോൾ അവൾ ജീവിച്ചു. എന്നാൽ ആ പട്ടണം പിടിച്ചപ്പോൾ ഒരു വ്യവസ്ഥ വച്ചിട്ടുണ്ടായിരുന്നു: ശപഥാർപ്പിതമായിട്ടുള്ളതിൽ കൈവയ്ക്കരുത്. പക്ഷെ ആഖാൻ കൈവച്ചു, മരിച്ചു. സ്തോത്രം. അപ്പോൾ അതിനകത്ത് എന്തുണ്ട്? മരണമുണ്ട്, ജീവനുമുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ ഇവൾ, സ്തോത്രം, ഈ രാഹബ് എന്ന് പറയുന്ന വേശ്യ രക്ഷപ്പെട്ടു. 2-ാം അധ്യായത്തിൻ്റെ 21-ാമത്തെ വാക്യം വായിക്കുമ്പോൾ എങ്ങനെയാണ് അവൾ രക്ഷപ്പെട്ടതെന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. അതിന് അവൾ, നിങ്ങൾ പറഞ്ഞതുപോലെ ആകട്ടെ എന്ന് പറഞ്ഞ് അവരെ അയച്ചു. അങ്ങനെ അവർ പോയി. അവൾ ആ ചുവപ്പ് ചരട് കിളിവാതിൽക്ക് കെട്ടി. അവൾ ആ ചുവപ്പ് ചരട് കിളിവാതുക്കൽ കെട്ടി. അത് അവൾക്ക് രക്ഷയ്ക്ക് കാരണമായി തീർന്നു. സ്തോത്രം. അവൾ ആ ചുവപ്പ് ചരട് കിളിവാതുക്കൽ കെട്ടി. ആ ചുവപ്പ് ചരട് അവളുടെ രക്ഷയ്ക്ക് കാരണമായി തീർന്നു. അവൾ വിശ്വസിച്ച ഒരു കാര്യമുണ്ട്. വിശ്വാസത്തിന് പ്രവൃത്തിയുമുണ്ട്. വിശ്വസിച്ചവരെന്ത് ചെയ്യണം? വിശ്വസിച്ചതുപോലെ പ്രവർത്തിക്കണം. അവളോട് പറഞ്ഞത് ചുവപ്പ് ചരട് കെട്ടാൻ 2 ഒറ്റുകാർ പറഞ്ഞിട്ടാണ് പോയത്. അവൾ അതുപോലെ കെട്ടി. പ്രൈസ് ഗോഡ്. നാം കേൾക്കുന്ന വചനം വിശ്വസിക്കുമ്പോൾ വിശ്വസിച്ചതുപോലെ നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുവാനും നാം സമർപ്പിച്ചു കൊടുക്കണം. വിശ്വാസവും പ്രവൃത്തിയും 2 ആയിരിക്കരുത്. ഹല്ലേലൂയ.